നമ്മുടെ ചെറുപ്പക്കാരെ തോൽപ്പിക്കുന്ന മറ്റൊരു സംഗതി തൊഴിലില്ലായ്മയും ലക്ഷ്യമില്ലാത്ത കരിയർ പ്ലാനിങ്ങുമാണ്. അതിന് കുറേ ഗവൺമെൻറ്റൊക്കെ ഉത്തരവാദികളാണ്. കുറേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് കോളർ ജോലിയേ ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനമാണ്. വെറുതെ നടക്കുക, സർവ്വ മാഗസിനിലും വരുന്ന ഈ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ജീവിതം ഇവിടെ അയച്ചുകൊണ്ടിരിക്കുക. ഇൻ്റർവ്യൂവിന് വിളിക്കുന്നും പറഞ്ഞ് നടക്കുക. ഓതി പഠിക്കാതെ എൽമുട്ടെന്ന് വിചാരിക്കുന്നവരെ കുറിച്ച് മൗന ഖസാലി ഇഹ്യാലുമുദ്ദീനിൽ ഒരു ഉപമ പറയുന്നുണ്ട്. നിധി കിട്ടുന്ന എഴുതിയിട്ട് ജോലി ചെയ്യാത്തവനെ പോലെ. കുറേ ആളുകൾ ജോലി ഇല്ലാതുണ്ട്. 14,000-ഓളം ഡോക്ടർമാരുണ്ട് കേരളത്തിൽ. 47-48,000-ഓളം എഞ്ചിനീയർമാരുണ്ട്. അന്തമുട്ട് പറയണതൊന്നുമല്ല, ഏറ്റവും പുതിയ കണക്കാണത്. ചിലപ്പോൾ ഒന്ന് മാറേണ്ടി വരും. ജോലിയായിട്ട് ആൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുന്നതിന് പകരം ഒന്ന് പുറത്തിറങ്ങേണ്ടി വരും. വൈറ്റ് കോളർ ജോലിക്ക് അപ്പുറമുള്ള ജോലികൾക്കും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഡ്രൈവിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമല്ലേ? ജീവൻ രക്ഷിക്കുന്ന ആംബുലൻസിൻ്റെ ഡ്രൈവറല്ലേ? വലിയ വലിയ ഉസ്താദുമാരെ കോളേജുകളിലേക്ക് എത്തിക്കുന്നത് അവരുടെ ഡ്രൈവർമാരായിരിക്കില്ലേ? അടിച്ചു വരുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രാധാന്യമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ അധ്വാനം കൊണ്ടാണ് നമ്മൾ ക്ലീൻ സിറ്റി എന്നും പറഞ്ഞ് പരസ്യം കൊടുക്കുന്നത്. നമുക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയുന്നത്. ഓരോ ജോലിക്കും അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിതം എങ്ങനെയാവണമെന്ന് കൃത്യമായി ഒരു ലക്ഷ്യം നിർണയിച്ച്, ഞാൻ പഠിച്ചിട്ടുണ്ട് ഇങ്ങനൊരു തൊഴിൽ, അത് കിട്ടണം എന്നും പറഞ്ഞ് നടന്ന് അതിനുവേണ്ടി മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് യുവാക്കൾ മാറണം. മനുഷ്യൻ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇൻസാനില്ല മസഅ. ആ പ്രതിഫലം നമ്മുടെ ജീവിതത്തിന് പറ്റും വിധത്തിലുള്ള എന്തെങ്കിലും ഒന്നാക്കുക. നമ്മൾ ഉദ്ദേശിച്ചതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഉദ്ദേശിച്ച ആ ജോലിയിലേക്ക് ഒന്നാം ടൈമിൽ തന്നെ കയറിയില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. നമുക്ക് ആശ്വാസം നൽകേണ്ടത് ശരിക്കാരാണ്? നമ്മുടെ കുടുംബം. അത്ര ആത്മാർത്ഥത ആർക്കും ഉണ്ടാവില്ല. എത്ര നല്ല സുഹൃത്താണെങ്കിൽ പോലും അവൻ ചിലപ്പോൾ ചില ദുഷ്ടലാക്കോടുകൂടെയായിരിക്കും സൗഹൃദം തുടരണത്. പക്ഷെ ഉമ്മക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സഹോദരിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പ്രത്യേകിച്ച് ആത്മീയമായൊരു ഫാമിലിയിൽ വളർന്നു വന്നവർക്ക്. ഇന്നത്തെ കാര്യം എന്താണ്? ഫാമിലിയുമായിട്ടുള്ള ബന്ധം പറ്റയില്ലാതെയാകുന്നു. മാതാപിതാക്കളെ പരിഗണിക്കാത്ത സമൂഹം വളർന്നു വരുന്നു. ഇപ്പോൾ പല സമൂഹത്തിനും വലിയ ഭീഷണിയാണ്. കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും പഠിപ്പിക്കും. നഴ്സിംഗൊക്കെ കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ 7 വർഷം 8 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വന്ന് നോക്കും. പല യൂറോപ്യൻ നാടുകളിലും ആൾ കുറവായതുകൊണ്ട് അവർ വേഗം പൗരത്വം കൊടുക്കും. പിന്നെ അവിടെ തന്നെ സെറ്റിലാവും. വാപ്പയും ഉമ്മയും പ്രധാനമായും ഈ ക്രൈസ്തവ ഫാമിലിയിലൊക്കെ നമ്മളത് കാണാം. അവർ കഠിനമായി അധ്വാനിച്ച് മക്കളെ പഠിപ്പിക്കും. ജോലിയും കിട്ടിയിട്ട് അവർ യൂറോപ്പിലേക്കാണ് പോകും. അതിനുശേഷം ഒരു ബന്ധം ഉണ്ടാവില്ല. ഇവിടെ ടെൻഷൻ അടിച്ച് കഴിയാൻ വൃദ്ധരായ മാതാപിതാക്കൾ നിർബന്ധിതരാകും. കുടുംബവുമായുള്ള ബന്ധം മനുഷ്യന് ഏറ്റവും ആശ്വാസം നൽകുന്നതാണ്. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് സ്നേഹസമ്പന്നയായ ഭാര്യ സ്വീകരിക്കാൻ വരുമ്പോൾ പകുതി ടെൻഷൻ അപ്പം തീരും. പിന്നെ വീട്ടിലേക്ക് കയറിയിട്ട് നമ്മുടെ മക്കളോടൊക്കെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നോക്കും, നിങ്ങളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ ഒരു വികാര തള്ളിച്ചയിലായിരിക്കും. പെട്ടെന്ന് വീട്ടിലെത്തണം. നമ്മളോട് ഏറ്റവും സൗഹൃദം കാണിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ പോലും അവിടെ നമ്മൾ നിർബന്ധമായി 1-2 ദിവസമൊക്കെ താമസിച്ചു നോക്കുക. നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് പ്രത്യേകമായ ഒരു ആസ്വാദനം ഉണ്ടാവും, ഒരാശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഖുർആൻ ഒരിടത്ത് മസ്കൻ എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബവുമായുള്ള ബന്ധം, മക്കളുമായുള്ള ബന്ധം, അത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചു, സ്വന്തം മക്കളോട് ഒരു ലോകം ഉണ്ടാവില്ല, പുറമെ വലിയ സോഷ്യൽ വർക്കർ ആയിരിക്കും. ഭാര്യയോട് സ്നേഹസമ്പന്നമായ ഒരു വർത്താനം ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു പുറലോകത്ത് വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കും. ജനങ്ങൾക്ക് വലിയ പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് കുടുംബബന്ധം പറയുന്ന ആളായിരിക്കും. പക്ഷെ ഭാര്യയോട് സ്നേഹപൂർവ്വം പെരുമാറുന്നതിൽ വളരെയേറെ വീഴ്ച വരുത്തുന്നുണ്ടാവും. ഞാനും എൻ്റെ ഒരു 12 ഫ്രണ്ട്സും വരുന്നുണ്ട്. നീ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കട്ടോ എന്നും പറഞ്ഞിട്ട് ഫോൺ വിളിക്കും രാത്രി 11:30. അതുവരെയുള്ള വർക്കൊക്കെ കഴിഞ്ഞ് ആ സാധു സ്ത്രീ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ, അപ്പൊക്കെ കോള് വരും. ഇദ്ദേഹം ആ പരിപാടി കഴിഞ്ഞ് വരുന്നത് അവിടുന്ന് അറിയാം. എങ്ങനെയാണ് ഭാര്യയോട് നല്ല നിലയ്ക്ക് ഡീലിംഗ് എന്ന് ക്ലാസ് എടുത്തിട്ടായിരിക്കും. ഇതൊന്നുമല്ല കുടുംബ ബന്ധം.
എല്ലാ സല്ലാപങ്ങളിലും സന്താപങ്ങളിലും സന്തോഷങ്ങളിലും ആനന്ദങ്ങളിലും കൂടിയാടുക. സന്തോഷത്തിൻ്റെ സമയത്ത് ആഘോഷിക്കേണ്ടി വരും, വല്ല വിഷമമുണ്ടാകുന്ന സമയത്ത് നമ്മളൊപ്പം നിൽക്കേണ്ടി വരും, ആശുപത്രിയിൽ കൂട്ടുപോവേണ്ടി വരും, ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയേണ്ടി വരും. തോൽപ്പിക്കരുത്, മരണപ്പെട്ടാൽ പോകേണ്ടി വരും. വല്ല മാതാവും പിതാവൊക്കെ മരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ കുറവുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടി വരും. ആ മക്കളന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. കുടുംബത്തിനോടുള്ള ബന്ധം ഈ പാശ്ചാത്യൻ രീതിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലും യുവാക്കൾക്കും യുവതികൾക്കും വലിയ ടെൻഷൻ വരുന്നു, അഭയമില്ലാതെ വരുന്നു. അത് കാരണം അവർ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പോകുന്നു. സുഖലോലുപതയും ധൂർത്തുമാണ് മറ്റൊരു പ്രശ്നം. ഇതിൽ ഭ്രമമുണ്ടാക്കാനുള്ള പരസ്യങ്ങളും ജീവിത സാഹചര്യങ്ങളാണ് കേരളത്തിലുടനീളം. ജ്വല്ലറിക്കാരുടെ പരസ്യം വരും. ആഭരണമൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലോ, ആഭരണം അങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം, നിങ്ങൾ ഇവിടെ ഒന്ന് പണയം വെച്ചോളൂ ഇന്ന് വേറൊരാളുടെ പരസ്യം. രണ്ടും പറയുന്നത് ഒരേ സിനിമക്കാരൻ. പണയൊക്കെ വെച്ചിട്ടോ, പണം അങ്ങനെ കയ്യിൽ വെറുതെ ഇരുന്നിട്ട് എന്ത് കാര്യം, വൈകിട്ട് എന്താ പരിപാടി എന്ന് മദ്യക്കാരൻ വന്ന് ചോദിക്കുക. ഈ ചക്രം അങ്ങനെ തിരിയാ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കർക്കിടക മാസത്തിലാണ് തോന്നുന്നത് അക്ഷരതൃതീയ എന്ന് പറഞ്ഞൊരു സാധനം വരും. ഹൈന്ദവാഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നും ബേസിക്കലി ഇല്ല എന്നുള്ള ചില പഠനങ്ങൾ കാണുന്നു. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. സ്വർണ്ണക്കച്ചവടത്തിൽ മാത്രമായിരുന്നു ആദ്യകാലത്ത് ഈ സാധനം കേരളത്തിലൊക്കെ വന്നപ്പോൾ ഈ അക്ഷരതൃതീയ. അന്ന് വാങ്ങിയാൽ വലിയ അനുഗ്രഹം കിട്ടും, വലിയ ഗുണം കിട്ടും എന്നാണ് വിശ്വാസം. വിശ്വാസത്തെ ചോദ്യം ചെയ്യല്ല ഞാൻ. പക്ഷെ പിന്നീട് ടെക്സ്റ്റൈൽസിലേക്ക് വന്നു, പിന്നീട് പല ഇതിലേക്കും വന്നു, പിന്നീട് സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വന്നു, പിന്നെ ഇലക്ട്രോണിക്സ് കടകളിലേക്ക് വന്നു. അക്ഷരതൃതീയ എന്നും പറഞ്ഞിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും മേടിച്ചിരിക്കണം എന്ന ബോധത്തിലേക്ക് ഒരു വലിയ വിഭാഗം ജനങ്ങളെ മാറ്റിയെടുക്കാൻ ഇത്തരം മുതലാളിമാർക്ക് സാധിച്ചു. അതുകൊണ്ട് മിക്സി ഉണ്ട് വീട്ടിൽ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അക്ഷരതൃതീയാണ്, നമുക്ക് പുതിയതൊന്ന് വാങ്ങാം. നല്ല കാറുണ്ട്, നമുക്കിന്ന് പുതിയതൊന്ന് ബുക്ക് ചെയ്യാം. നല്ല ആഭരണം ആവശ്യത്തിന് അധികം ഉണ്ട്, പക്ഷെ എന്നാൽ അക്ഷരതൃതീയാണ്, എന്തായാലും എല്ലാവർക്കും ഈ 2 പവൻ മേടിക്കാം. അങ്ങനെ നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്ന പലരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി മനുഷ്യൻ തോറ്റുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തെക്കുറിച്ച് വലിയ പക്വതൊന്നുമില്ലാത്ത യുവാക്കൾ ഇതിൽ പെട്ടുപോകുന്നു. അപ്പം നമ്മൾ എന്ത് വാങ്ങണം? നമുക്ക് ആവശ്യമുള്ളത് മേടിച്ചിരിക്കണം, അനാവശ്യമായതോ മേടിച്ചാൽ മാത്രമല്ല വെറുതെ കിട്ടിയാൽ പോലും സ്വീകരിക്കാതിരിക്കണം. കാരണം അതുകൊണ്ട് അനർത്ഥങ്ങളുണ്ടാകും. ഈ സാധനങ്ങളൊക്കെ പാടെ എവിടെ വെക്കുക? ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കുറേ സാധനങ്ങളില്ലേ, ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ഉപയോഗശൂന്യമായ 8ഉം 10ഉം മൊബൈൽ ചാർജറുകൾ. ഇതെന്തൊരു ബാധ്യതയാണ്. പണ്ടത്തെ CD-കൾ, ആ CD-യുടെ പൊടികളിലൊക്കെ മാരകമായ വിഷപദാർത്ഥങ്ങൾ. പണ്ടത്തെ കുറേ പഴയ സാധനങ്ങൾ വെറുതെ ഇരിക്കണില്ലേ, അതിൽ നിന്നൊക്കെ പ്രത്യേകമായി ചില വാതകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാണാൻ കഴിയില്ല. അപ്പോൾ വെറുതെ കിട്ടിയാൽ പോലും വാങ്ങാൻ പാടില്ലാത്തതാണ് ഇത്തരം സംഗതികൾ. ആവശ്യത്തിനുണ്ടോ അവിടെ നിർത്തണം. അപ്പോൾ ഈ ധൂർത്തും പുതിയ കാലത്തെ ഈ വിപണന തന്ത്രങ്ങളൊക്കെ കൂടെയായിട്ട് മനുഷ്യർ തോറ്റുപോകുന്നു. പിന്നെ മോശം കൂട്ടുകെട്ടുകളുടെയും അധോലോക സ്വാധീനങ്ങളും, ഞാനത് പറയണ്ടല്ലോ, നമ്മൾ ഇതുവരെ പറഞ്ഞിടത്തൊക്കെ അതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് നല്ലവരാവണമെന്ന് പല ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ-ഇസ്രാഇന്റെ 27-28 വാക്യങ്ങളിൽ കൂട്ടുകാരൻ പഴപ്പിച്ച കാരണത്താൽ 2 കൈയും കടിച്ചിട്ട് വിഷാദിക്കുന്ന മാശറയിൽ തോറ്റുപോകുന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലേത്തനി ലമ്മത്തഖദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ കൂട്ടുകാരനാക്കി വെക്കാതിരുന്നാൽ എത്ര നന്നായിരുന്നു. കൂട്ടുകാരൻ വഴി എല്ലാ ദുശ്ശീലങ്ങളും വരും. ഈ ദുശ്ശീലം എന്നൊക്കെ പറഞ്ഞാൽ രോഗമാണ്. രോഗം ആരോഗ്യമുള്ള ആളുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കും. ഒരു 10 കഞ്ചാവ് വലിക്കാരുടെ ഇടയിലേക്ക് തീരെ ഒരു ബീഡി പോലും ഇതുവരെ ജീവിതത്തിൽ സ്പർശിക്കാത്ത ഒരാൾ വന്നാൽ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ മൂപ്പരും വലി തുടങ്ങും. എന്നാൽ ഇയാളുടെ ആരോഗ്യം അവരിലേക്കൊക്കെ പകർന്നിട്ട് അവരത് നിൽക്കും. സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരാരാവണമെന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. നമ്മുടെ മക്കളുടെയും ചെറുപ്പക്കാരുടെയും കൂട്ടുകാരാരാണെന്ന് രക്ഷിതാക്കളും ആലോചിക്കുക.
ഇവിടെ വെച്ചിട്ടാണ് ദുശീലങ്ങളെല്ലാം പരന്നുകൊണ്ടിരിക്കുന്നത്, പടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ, കേരളത്തിലുള്ള കൊലപാതകങ്ങളുടെ കഥകളെടുത്താൽ, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥകളെടുത്താൽ, ക്രിമിനലുകളുടെ കഥകളെടുത്താൽ, ഇതൊക്കെ സൗഹൃദം കൊണ്ട് പറ്റിപ്പോണതാണ് പലതും. ഒരാൾക്കൊരു ഗ്യാങ് രൂപീകരിക്കണം, അവനവൻ്റെ അടുത്ത കൂട്ടുകാരനെ അതിന് വിളിക്കുന്നു. പലപ്പോഴും കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള പകയും അക്രമങ്ങളും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പണ്ട് മുംബൈയിലൊക്കെ അതുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഒരു കൂട്ടായി മാറുന്നത്? ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ്റെ സുഹൃത്ത് അതിൽ കൂടുന്നു, പിന്നെ അവൻ അവൻ്റെ സുഹൃത്തിനെ കൊണ്ടുവരുന്നു, അങ്ങനെ അതൊരു ഗ്യാങ് ആയിട്ട് രൂപപ്പെടുന്നു. അപ്പോൾ കൂട്ടുകാർ വഴിയുള്ള പരാജയത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക. ഞാൻ ആയത്തിലേക്കും ഹദീസിലേക്കും കൂടുതൽ കിടക്കുന്നില്ല. ഇത്തരം എല്ലാ ധാർമ്മിക ച്യുതിയുടെയും അടിസ്ഥാന കാരണം എന്താണ്?